ആനുമ്മ, എന്താ ഉമ്മ? പാത്തു വരുന്നുണ്ട്. നീ ഇനി ഒന്നും പറയാൻ നിക്കണ്ടേ. എന്ത് പറയാൻ? താത്തയല്ലേ ഇനി തുടങ്ങുക? എന്റെ ആടിന് വെള്ളം കൊടുത്താ, പ്ലാവില കൊടുത്താ എന്ന് പറഞ്ഞ് അവളെന്തേലും പറഞ്ഞോട്ട്. നീ ഒന്നും പറയാൻ നിക്കണ്ട. ഉമ്മയാണ് ആ ആടിന് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തത്. ഓ, ആനുമ്മയും കണക്കന്നെ, പാത്തുമ്മയും കണക്കന്നെ. ഉമ്മ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. പാത്തു, ഈ മഴയത്ത് നിനക്ക് കുടയെടുത്തതായിരുന്നോ? അബിക്കും പാത്തുക്കുട്ടിക്കും സൈദു മുഹമ്മദിനും വലിയക്കാക്ക കൊട കൊടുത്ത്. എനക്കും കുട്ടികൾക്കും തന്നില്ലല്ലോ. മോളെ ഖദീജ, വാ. വല്യമ്മ മറന്നുപോയതാ, പിന്നെ വാങ്ങിത്തരാം. എന്താ? വലിയക്കാക്ക, എനിക്ക് രൂപയും കൊടയും ഒന്നും തരണ്ട. ഖദീജക്ക് 2 കമ്മല് പണിയിച്ചു കൊടുത്താ മതി. അതിന് ഖദീജ കുട്ടി കമ്മലിടാനായാ? പിന്നല്ലാണ്ട് ഇവളെ പ്രായത്തിലുള്ള എല്ലാവർക്കും കമ്മലുണ്ട്. കമ്മല് വെള്ളിയുടേതോ പൊന്നിന്റെയോ? പൊന്നിന്റെ. ആരും അറിയണ്ട. ആരും അറിഞ്ഞാ അവൾക്കും വേണ്ടി വരും. ഉമ്മാനോട് തീരെ പറയണ്ട, മനസ്സിലൊന്നും നിൽക്കൂല. എനിക്ക് നീയും ആനുമയും ഒരുപോലെ തന്നെ. നോക്കട്ടെ, എല്ലാം ശരിയാക്കാം. നീ സമാധാനിക്കും. ആനുമ്മ, ആനുമ്മ. എന്താ ഇത്താത്ത? ഓ, നിനക്കൊന്നും എന്റെ ആടിനൊരു തുള്ളി വെള്ളം കൊടുത്തൂടാല്ലേ? അല്ലേലും നിങ്ങൾക്ക് ആർക്കും ഞാൻ ഈടെ വരുന്നത് ഇഷ്ടമല്ലല്ലോ. എന്റെ ആട് പെരട്ടെ, അപ്പൊ കാണിച്ചു തരാം. ഒരാണിനെ ഉള്ളാർത്തിപ്പാറെന്ന് വിളിച്ചോ? അതും ഒരു പീക്കിരി പെണ്ണ്. എടാ, ആ വടിയിങ്ങതാ. നീ നിന്റെ ഉമ്മച്ചിയെ വിളിക്ക്, വാപ്പയെ വിളിക്ക്, നിന്റെ ഉപ്പാപ്പയെ വിളിക്ക്. ഞാൻ എല്ലാവരെയും തല്ലും. ഉമ്മച്ചീനെ തല്ലണ്ട, വാപ്പാനെയും തല്ലണ്ട, ഉപ്പുപ്പാനെയും തല്ലണ്ട. എന്നാൽ നീ മേലുള്ളാർത്തിപ്പാറെന്ന് ആമ്പിള്ളേരെ വിളിക്കരുത്. ഇല്ല. നിന്റെ ബാപ്പ കുരവെക്കുമ്പോൾ അവിടെ സൈദ് മോമനെ കൊണ്ടുപോകുമോ? വല്യ മൂത്താപ്പയെ കൊണ്ടുപോകുമോ? എല്ലാരെയും കൊണ്ടുപോകും. അനുമ, എന്താ ഇത്താക്ക? നീ ഒരു ഗ്ലാസ് ചായ വെച്ചോണ്ടെന്നാ. ഉമ്മ, നിങ്ങൾക്കൊന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ? നിനക്ക് വീടിനെ പറ്റി എന്തറിയാം? ഒറ്റാന്തടി മുച്ചാൻ വയറ്. അവർക്കില്ല കൊച്ചുങ്ങളില്ലേ, അവര് നോക്കണ്ടേ? എടാ, എന്താ ഉമ്മ? എനിക്കൊരു 10 രൂപ താടാ. അബ്ദുൽ ഖാദിർ അറിയരുത്, ഹനീഫ അറിയരുത്, പിന്നെ ആനുമ്മയും പാത്തുമ്മയും അറിയരുത്. കുഞ്ഞാമനെയും ഐഷോമയും അറിയുന്നതിൽ വല്ല വിരോധമുണ്ടോ? നീ തരണുണ്ട് താടാ, ആരും അറിയണ്ട. ഉമ്മ, ഞാൻ വന്ന ശേഷം ഉമ്മാക്ക് എത്ര രൂപ തന്നിട്ടുണ്ട്? പരസ്യമായി, രഹസ്യമായി? നീ ഒന്നും തന്നിട്ടില്ലെന്നല്ല പറയണത്. എനിക്കിപ്പോ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതല്ല എവിടെ? എടാ, എല്ലാം അബ്ദുൽ ഖാദിർ മേടിച്ച്. ഞാൻ ഉമ്മാക്ക് പൈസ തന്ന കാര്യം അവനെങ്ങനെ അറിയാൻ? അബി പാത്തുക്കുട്ടിയും പറഞ്ഞു കൊടുത്തു. ഉമ്മ, എന്റെ പക്കലിനി 5 രൂപയേ ഉള്ളൂ. അത് ഞാൻ എഴുതും. എനിക്കിപ്പോ ഇത്രയും വയസ്സായി. എപ്പോഴാ മരിക്കണം എന്നറിയോ? എനിക്കൊരു മോഹമുണ്ട്. നീ ഒരു പെണ്ണ് കെട്ടിയിട്ട് നിന്റെ കൂടെ എനിക്ക് താമസിക്കണം. പാത്തുമ്മ, ആനുമ, എന്റെ പെട്ടിയും കിടക്കിയെടുക്ക്. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കൂല. ഒരു ചുമട്ടുകാരനെ വിളി. വലിയക്കാക്കയോട് ഉമ്മ കാശ് ചോദിച്ചാ? അതൊന്നുമല്ല. പാത്തുമ്മ,
നിന്റെ ആട് എന്റെ 2 പുസ്തകങ്ങൾ തിന്നിട്ടുണ്ട്. അങ്ങനെ പറയല്ലേ വല്യക്ക, എന്റെ ആട് അതൊന്നും ചെയ്യല. ഇക്കാക്ക കമ്മലിന്റെ കാര്യം ഓർമ്മയുണ്ട്. ആരും അറിയണ്ട. ഖദീജ മോളെ വാ, നമുക്ക് പോകാലോ. നാളെ വരേണ്ടതില്ലേ, ഇപ്പൊ എന്തിനാ പോകുന്നേ? ഒന്ന് പോടി, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ടിപ്പോ. വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോവുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം.